ഏകദേശം 336 ഏക്കറോളം പരന്നെടുക്കണ ഇന്ത്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കുകളിൽ ഒന്നായ ഏഷ്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ് നമ്മളിന്ന് വന്നേക്കണേ. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം 10-11 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ. കാർ പാർക്കിങ്ങിന് 100 രൂപയായിരുന്നു ചാർജ്. അത് കഴിഞ്ഞിട്ട് ഇനി എൻട്രി ടിക്കറ്റ് എടുക്കാൻ പോവാണ്. എൻട്രി ടിക്കറ്റ് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 30 രൂപയും 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് 50 രൂപയും അഡൾട്ട്സിന് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. കടന്നു വരുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ചുറ്റും മരങ്ങളും ചെടികളും പാറകളും പിന്നെ മേലെ റൂഫ് ഉണ്ടായിരുന്നുകൊണ്ട് വെയിലിൻ്റെ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഈ പാർക്കിൽ അവിടെ ഇവിടെയായിട്ട് കുറേ സ്ഥലങ്ങളിൽ സ്റ്റോൺ ബെഞ്ചും കസേരകളും ഒക്കെ ഉണ്ട്. അതുപോലെ വെള്ളം കുടിക്കാനുള്ള ഏരിയ ഉണ്ട്. 2 റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ സ്നാക്സും ടീയും കോഫിയൊക്കെ കഴിക്കാനായിട്ട് 2-3 ഷോപ്പുകളും ഉണ്ട്. പിന്നെ ആദ്യം എൻട്രി ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ബസ് ടിക്കറ്റും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ നമുക്ക് ബസ്സിൽ പോകാൻ പറ്റും. കുറേ ദൂരം നടന്ന് കാണാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ടാണ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് അവിടെ ടോയ്ലറ്റ് ഉണ്ട്. അവിടെ നിന്ന് തന്നെയാണ് ബസ്സിൻ്റെ പിക്കപ്പ് പോയിന്റ്. ആദ്യം തന്നെ ഇവിടെ കുറച്ച് ബേർഡ്സ് ഉണ്ട്. അതിനെ കണ്ടിട്ട് പോകാനാണ് ഇൻസ്ട്രക്ടർ നമ്മളോട് പറഞ്ഞത്. മയിലുകളിപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കാണാൻ പറ്റും. ഞങ്ങൾ ചിമ്മിനിടാൻ പോകുന്ന വഴിയൊക്കെ കുറേ മയിലുകളെ കാണാനുണ്ട്. എന്നാലും മയിലിനെ കാണുമ്പോഴൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു പുതുമയോടെ നോക്കി നിൽക്കാൻ പറ്റാറുണ്ട്. തൃശ്ശൂർ സൂ മാത്രം കണ്ടുവന്ന ആളുകൾക്ക് ഇതൊരു പുതിയ കാഴ്ചയായിരിക്കും, പുതിയൊരു അനുഭവമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുഞ്ഞു കുഞ്ഞു കൂടുകളില്ല, ചെറിയൊരു ഏരിയയുമല്ല. മൃഗങ്ങൾക്കാണെങ്കിലും പക്ഷികൾക്കാണെങ്കിലും അവർക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ഇതുണ്ടാക്കിയെടുത്തേക്കുന്നത്. ഞങ്ങൾ 2-3 മാസം മുന്നേ മേഘാലയ സുവോളജിക്കൽ പാർക്കിൽ പോയിട്ടുണ്ട്. അവിടെയും ഇതേ കൺസെപ്റ്റായിരുന്നു. 178 ഏക്കറിൻ്റെ അടുത്ത് ഏരിയ ഉണ്ട് മേഘാലയ സുവോളജിക്കൽ പാർക്കിൽ. പക്ഷെ അവിടെ ഇത്രയും ആനിമൽസോ ബേർഡ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ അടഞ്ഞ കുറേ കൂടുകളും നടക്കാനും കാണാനും കുറേ സ്ഥലങ്ങളും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇനിയും കുറേ ആനിമൽസും ബേർഡ്സും ഒക്കെ വരാനുണ്ടല്ലോ. അതുപോലെ ഇനി അവിടെയും വരാനുണ്ടാവും. ഇവിടെ ഇതുപോലെ ചുറ്റി നടന്ന് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നത് അന്നത്തെ ഞങ്ങളുടെ മേഘാലയ സുവോളജിക്കൽ പാർക്കിലെ വിസിറ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതിവിടെ മെൻഷൻ ചെയ്തത് തന്നെ. എനിക്കിവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു ബേർഡിൻ്റെ പേരാണ് കന്യാസ്ത്രീ കുക്ക്. അതിൻ്റെ ആ കളറും കളർ കോമ്പിനേഷനും അതിൻ്റെ ആ പേരും അതുപോലെ തന്നെ ആ ബ്രൗൺ ഷെയ്ഡ് വരുന്നതും അതിൻ്റെ ആ നിപ്പൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമായിരുന്നു. ഇവിടെയുള്ള എല്ലാ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും നെയിം, അതുപോലെ ലൈഫ് സ്പാൻ, ഫുഡ് ഹാബിറ്റ്, ഇൻക്യുബേഷൻ പീരീഡ്, അതുപോലെ അവരെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു ഫൺ ഫാക്റ്റ് ഒക്കെ ആയിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ബോർഡ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം വരുന്നത് രാവിലെ 9 മണി തൊട്ട് 5 മണി വരെയാണ്. അതുപോലെ മൺഡേ ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ വൻതത്ത നാട്ടുതത്ത എന്നുള്ള ബോർഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തത്തേനൊന്നും കണ്ടില്ല. ഇപ്പോൾ പറന്ന് നടക്കുകയാണോ അതോ ഇനി തത്ത ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. ബോർഡ് ഉണ്ടായിരുന്നു, നമ്മൾ ആളെ കണ്ടില്ല. പിന്നെ ഇവിടെയും കുറച്ച് മയിലുകളുണ്ടായിരുന്നു. ദാ ഒരു പക്ഷി കണ്ടോ, അതിങ്ങനെ സ്റ്റെപ്പ് കയറുന്നു ഇറങ്ങുന്നു. അങ്ങനെ കുറേ നേരം ഞാൻ അതിന് നോക്കി നിന്നപ്പോഴും അതങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇത്രയും കണ്ട് നടന്ന് ക്ഷീണിച്ചവർക്ക് ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം, വെള്ളമൊക്കെ കുടിക്കാം, റിലാക്സ് ചെയ്യാം, എന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങാം. ഇനി ബേർഡ്സൊക്കെ കഴിഞ്ഞു, ഇനി ആനിമൽസിനെ കാണാനാണ് പോണേ. ആദ്യം വരുമ്പോൾ തന്നെ ആനിമൽസിനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ഏരിയയിൽ കൂടിയാണ്. അവിടെ ഗ്ലാസ് ആയിരിക്കും. ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് തൊട്ടടുത്ത് നിന്ന് വരെ കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അടുത്ത് ആനിമൽസ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ പുള്ളിമാനാണുള്ളത്. നമ്മൾ കുറേ നേരം നോക്കിയിട്ട് കണ്ടില്ല. ലാസ്റ്റ് ഇൻസ്ട്രക്ടർ വന്നിട്ട് നമുക്ക് കാണിച്ചു തന്നപ്പോൾ സൂം ചെയ്ത് നോക്കിയപ്പോൾ അവിടെ കുറേ പുള്ളിമാനുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. കൂടെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നോക്കുന്ന പോലെ സൂക്ഷിച്ച് നോക്കി ആനിമൽസിനെ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ഫോണിൽ ഇതുപോലെ സൂം ചെയ്തിട്ടാണ് അവർക്ക് കാണിച്ചു കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഇനി നമ്മൾ പന്നിമാനുകളെയാണ് കണ്ടത്. അത് നമുക്ക് ഗ്ലാസിൻ്റെ തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റി. അവരിങ്ങനെ കുറേ ഉണ്ടായിരുന്നു, കൂട്ടം കൂടി നിന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആനിമൽസിനെല്ലാം നമുക്ക് തൊട്ടടുത്തുനിന്ന് ഈ ഗ്ലാസ് കൂടെയും കാണാം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നോക്കിയാലും ഇവരെയൊക്കെ കാണാൻ പറ്റും. നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. 2 സൈഡിലും ചെമ്പരത്തി വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഈ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബസ്സിൽ വേറെ പോയിന്റിൽ നിന്ന് ഇവിടെ കൊണ്ട് ആളുകളെ ഇറക്കിയതാണ്. വെയിലിൻ്റെ ഒരു പ്രശ്നം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ യാത്രയും ഈ നടത്തമൊന്നും നമുക്കത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ അതത്ര ദൂരമായിട്ടും തോന്നില്ല. ഇവിടെ സൈലൻറ്റ് വാലി എന്നാണ് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കും ഒരു കാട്ടിലൂടെ നടക്കുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഈ ബ്രിഡ്ജിലൂടെയുള്ള നടത്തമൊക്കെ നല്ല രസമായിരുന്നു. മങ്കീസിന് വേണ്ടിയിട്ട് വലിയൊരു സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മങ്കീസിൻ്റെ ലഞ്ച് ടൈം ആയിരുന്നു.
ഈ ഗ്ലാസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവർക്ക് ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. ചെറുപയറും ചീരയും കുക്കുമ്പറൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിക്കാനായിട്ട് അവരെല്ലാവരും ചാടി ചാടി വരുമായിരുന്നു. നമുക്ക് തൊട്ടടുത്തുനിന്ന് തന്നെ മങ്കീസിനെ എല്ലാം കാണാൻ പറ്റി. മങ്കീസിന് ഇരുന്ന് ആടാനായിട്ട് ഒരു ഊഞ്ഞാലും ആളുകൾക്ക് കാണാനായിട്ട് അത് ആ ഗ്ലാസിൻ്റെ തൊട്ടടുത്തും ഒക്കെ ആയിട്ടാണ് ഇവർ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ മങ്കിയൊന്നും വന്നിരിക്കുന്നുണ്ടായിരുന്നില്ല, നമുക്കൊന്നിനെയും കാണാനും പറ്റില്ല. മങ്കീസിനെ കണ്ടിട്ട് നമ്മൾ നേരെ ഇറങ്ങുന്നത് നേരത്തെ സൈലൻറ്റ് വാലിയുടെ നമ്മൾ എൻട്രൻസിലേക്ക് കയറിയല്ലോ, അതിൻ്റെ തൊട്ടിപ്പുറത്താണ് അതിൻ്റെ എക്സിറ്റ് വരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടും ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് ടൈഗേഴ്സിനെ കാണാനാണ്. തൃശ്ശൂർ സൂവിൽ പോയിട്ട് ഒരുപാട് വട്ടം ടൈഗറിനെയും ഇവിടെ കണ്ട എല്ലാ ആനിമൽസിനെയും കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന ആനിമൽസിനെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെയാണ്. ശരിക്കും നമ്മൾ അവരുടെ സ്ഥലത്ത് വന്നിട്ട്, അതായത് കാട്ടിൽ വന്നിട്ട് അവരെ തൊട്ടടുത്ത് നിന്ന് കാണുന്നൊരു ഫീലാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയൊരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് വരുമ്പോഴൊക്കെ ഇവരെയൊന്നും കാണാൻ പറ്റണം എന്നില്ല. ചിലപ്പോൾ കൂടിൻ്റെ ഉള്ളിലായിരിക്കാം, അല്ലെങ്കിൽ പുറത്തായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് നമുക്കിതിനൊക്കെ കാണാൻ പറ്റി എന്നുള്ളതാണ്. ഈ ഒരു ഏരിയയിൽ പുലിയും കടുവയും മാത്രമാണുള്ളത്. അപ്പോൾ പുലീനെ കണ്ട സന്തോഷത്തിൽ ഞാൻ കടുവേനെ നോക്കി ഇങ്ങനെ വരികയായിരുന്നു. ഇത്രയും വലിയ ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്നും കടുവേനെ കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഒരു ആൾക്കൂട്ടം കണ്ടത്. ആൾക്കൂട്ടത്തിൻ്റെ അവിടെ എന്താ, ആ ഗ്ലാസിൻ്റെ അടുത്ത് നമ്മുടെ തൊട്ട് മുന്നിൽ കടുവ വെള്ളത്തിൽ കിടക്കുമായിരുന്നു. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കടുവയാണെന്ന് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ നിന്ന് എണീറ്റ് കടുവ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഓപ്പൺ സ്പേസിൽ പോയി നിന്നപ്പോൾ ഇതുപോലെ കാണാൻ പറ്റി. പിന്നെ അതങ്ങനെ കയറി മേലെ പോയി കിടക്കുകയാണ് ചെയ്തത്. ഇത്രയും ദൂരം ഈ വെയിലത്ത് നടന്നു വന്നപ്പോൾ ചെറുതായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ ചാർജ് ചെയ്തിട്ടാണ് പിന്നെ പോയത്. കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന അമ്പലം ഉണ്ടല്ലോ, അതാണ് കണ്ടത്. ഇനി ഇവിടെ കാണാനുള്ളത് എമു, റിയ, പിന്നെ ഓസ്ട്രിച്ചാണ്. അതിനെ മൂന്നിനും നമ്മൾ കണ്ടു. ഇവിടെ കാണാനായിട്ട് ഈവനിങ് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇളം കാറ്റൊക്കെ കൊണ്ട് നടക്കുമ്പോൾ നല്ല രസമായിരിക്കും. നല്ല വെയിലായതുകൊണ്ട് തന്നെ തിരിച്ച് ഞങ്ങൾ ബസ്സിനാണ് പോയത്. ഒരുപാട് ആനിമൽസിനെ കണ്ട് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ച് വരുന്നവർക്ക് ഇത് ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. ഒരുപാട് മൃഗങ്ങളും പക്ഷികളും അതൊന്നുമല്ല, അവർ ജീവിക്കുന്ന ചുറ്റുപാട്, ആ ചുറ്റുപാട് നമ്മൾ നടന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. ഓരോരുത്തർക്കും ഓരോ വ്യൂസ് ആയിരിക്കും, ഓരോ ഒപ്പീനിയൻസ് ആയിരിക്കും. എനിക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് മൊത്തത്തിൽ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാ ആനിമൽസും വന്നു കഴിയുമ്പോൾ ഒരു വട്ടം കൂടെ വരണം.